ഈ ഇടിയൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആൾ മിന്നലല്ലേ. എനിക്ക് ഇടീനൊക്കെ പേടി മിന്നലാണ് കേട്ടോ. പേടിച്ച് ഞാൻ അകത്ത് കയറിയപ്പോണ്ടല്ലോ നമ്മുടെ വൈറ്റമിൻ സിറപ്പ് പാറുൻ്റെ കാല് തട്ടിയിട്ട് ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ മുടിയൊക്കെ ടൈ ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. തുടയ്ക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ചില്ല് എൻ്റെ കാലുമ കയറി ഒരുപാട് ബ്ലഡ് പോയി. എൻ്റെ കാശുക്കുട്ട് എന്തേ അത് തുടച്ച് ചികിത്സിച്ച് മാറ്റി തരുകയാണ് കേട്ടോ. വീണ്ടും എന്തേ അരങ്ങത്തേക്ക് ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ പാട് പോയി തന്നെ പറയാം. നമ്മുടെ കുപ്പിച്ചില്ലൊക്കെ കാലുമ കയറുമ്പോൾ ഭയങ്കര കടച്ചിലായിരിക്കും. അതെനിക്കിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും പണിക്കിറങ്ങി. എന്തായാലും തുടയ്ക്കാൻ ഇറങ്ങിയല്ലേ, വീട് മൊത്തം അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഭദ്രകാളിയായിട്ടുള്ള രൂപം നിങ്ങൾ കാണുന്നുണ്ടോ? കാശുകൂട്ടൻ എനിക്ക് തന്ന പണിയാണ് കേട്ടോ. പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്തിരി പണിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇത് അടിപൊളി സാധനം. വൈകുന്നേരം അച്ഛനമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ ആസ്വദിക്കുന്ന രണ്ടാൾക്കാരെ കണ്ടിട്ടുള്ളത് അച്ഛനെയും സീതമ്മേനാണ് കേട്ടോ. പിള്ളേരെക്കാളും സൂപ്പറായിട്ട് അവരത് ആസ്വദിച്ചോളും. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു. അമ്മമാരും നമ്മുടെ പാറുമോളും കൂടെ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ രാത്രി ചപ്പാത്തി വേണം. എന്നെ ആരും കുറ്റം പറയരുത്, കളിയാക്കുകയും ചെയ്യേണ്ട. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. എനിക്ക് ചപ്പാത്തി പരത്താനും ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. പക്ഷേ പാറുമോളും നല്ല രീതിയിൽ പരത്തുന്നു. വേണ്ട ഇപ്പോൾ പണിയൊന്നും എടുക്കണ്ട. മിക്കവാറും എന്നെ പോലെ തെറ്റായിരിക്കും. കുഞ്ഞിലെ തന്നെ സഹായിച്ച് വലുതാകുമ്പോൾ എനിക്കൊന്നും ചെയ്തു തരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ടിട്ട് കുനുകുന അരിഞ്ഞെടുത്ത് വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 3 ഫ്രിഡ്ജ് കണ്ടെയ്നർ ബോക്സ് ആണ്. ഗ്ലാസ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിൻ്റെ. ഇതിൻ്റെ മൂടി വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. 3 സൈസിൽ അവൈലബിൾ. ഒരെണ്ണത്തിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചു. ഇത് കുറച്ച് നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണത്തിൽ നമ്മൾ ഡേറ്റ്സ് എടുത്ത് വെച്ചു. അതിന് മുമ്പ് വേറൊരു സ്റ്റോറേജ് ബോക്സിൽ നമ്മൾ സവാള ഇങ്ങനെ നന്നാക്കിയിട്ടും തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെക്കാറുണ്ട്. ആ 3 വലിയ സൈസിൽ ഒരെണ്ണത്തിൽ ഉള്ളി ഒരുപാട് നന്നാക്കി എടുത്ത് വെച്ചു. കുറേ നാൾക്ക് കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം. ഇന്നത് ഫ്രിഡ്ജിലായി അവിടെ സൂക്ഷിച്ച് അങ്ങനെ തന്നെ ഇരുന്നോളൂ. കഴിഞ്ഞ ദിവസം 1-2 കമന്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണി അവർ സഹായിക്കല്ലോ. അമ്മേനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഈ 2 പിള്ളേരെ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അവരെ തീറ്റിക്കല്, കുടിപ്പിക്കല്, അങ്ങനെ എല്ലാവിധ പണികളും അമ്മയാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് 2 മക്കളില്ല. അവർ 2 പേരും പിന്നെ അമ്മയുടെ മക്കളായിരിക്കും. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വീട്ടുപണിനൊക്കെ ബുദ്ധിമുട്ടാണ് പിള്ളേരെ വയ്ക്കുന്ന പണി.